ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.82% ഇടിഞ്ഞ് 24,609 ക്ലോസിംഗ് നൽകി. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സും സ്മാൾ ക്യാപ് ഇൻഡെക്സും നിഫ്റ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.33% ഇടിഞ്ഞെങ്കിലും സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.17% ഉയർന്നു. സെക്ടോറിൽ പെർഫോമൻസ് നോക്കിയാൽ നിഫ്റ്റി മീഡിയ 1.11% ഉയർന്നപ്പോൾ മറ്റെല്ലാ സെക്ടറുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നിഫ്റ്റി ഓട്ടോ, FMCG, IT, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകളൊക്കെ ഇടിയുകയും ചെയ്തു. നിഫ്റ്റി ബാങ്ക് 0.24%, PSU ബാങ്ക് 0.58%, പ്രൈവറ്റ് ബാങ്ക് 0.22%, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 0.43%മാണ് ഇടിഞ്ഞത്. കഴിഞ്ഞ ദിവസം മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഇൻഡസൻഡ് ബാങ്ക് ഇന്ന് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ONGC 2% ഇടിഞ്ഞു. ONGCയെ കൂടാതെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളും 2%-ലേറെ ഇടിഞ്ഞു. ആദ്യം തന്നെ ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഡൊണാൾഡ് ട്രംപിന്റെ ടാക്സ് ബില്ലിന്റെ ഇമ്പാക്റ്റ്. ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിക്കാൻ പോകുന്ന ടാക്സ് ബിൽ $3.8 ട്രില്യൺ അഡീഷണൽ കടബാധ്യത അമേരിക്കൻ ഇക്കോണമിയിൽ വരുത്തുമെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. $36 ട്രില്യൺ കടമാണ് അമേരിക്കയ്ക്കുള്ളത്. ഈ കടബാധ്യത കൂടുതൽ ഉയരുന്നത് വഴി അമേരിക്കയുടെ എക്കണോമിക് ഗ്രോത്തിന് തന്നെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ 5 വർഷത്തെ ബോണ്ട് യീൽഡും 20 വർഷത്തെ ബോണ്ട് യീൽഡിലും 30 വർഷത്തെ ബോണ്ട് യീൽഡിലുമൊക്കെ ഗണ്യമായ കുതിച്ചുചാട്ടം നമ്മൾക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത്തേത് മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ ജിയോ പൊളിറ്റിക്കൽ സംഘർഷമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചേക്കും എന്ന് CNN ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ CNN ഉൾപ്പെടെയുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ US-ഉം ഇറാനും തമ്മിൽ ന്യൂക്ലിയർ ഡീലിനെ കുറിച്ചുള്ള ചർച്ചയും അടുത്ത ആഴ്ച വരുന്നുണ്ട്. ഇതും മാർക്കറ്റിന്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്നു. മറ്റൊരു പ്രധാന കാരണം മാക്രോ എക്കോണമിക് പോയിന്റുകളൊക്കെ ഓക്കെ ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫ്രഷ് ട്രിഗറുകളൊന്നും ഇല്ല എന്നും പറയുന്നു. കൂടാതെ ഇന്ത്യയുടെ 10 വർഷത്തെ വാല്യുവേഷൻ, അതായത് നിഫ്റ്റിയുടെ 10 വർഷത്തെ വാല്യുവേഷനേക്കാളും ഉയർന്ന ലെവലിലുള്ള വാല്യുവേഷനിലാണ് മാർക്കറ്റ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് മൊമെന്റം വാല്യുവേഷനെ ഉയർത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലും, അതായത് ഉയർന്ന നിഫ്റ്റിയുടെ വാല്യുവേഷൻ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് ആവശ്യമായിട്ടുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് കൂടി പരിചയപ്പെടാം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻട്രാഡേയിൽ ഇന്ത്യൻ മാർക്കറ്റ് 1.4% ഇടിഞ്ഞ് 24,462 വരെ എത്തിയെങ്കിലും അവിടെ നിന്നും ബോട്ടം ലെവലിൽ നിന്നും ഒരു ബൈയിങ് ആരംഭിച്ചത് മാർക്കറ്റിന്റെ സെന്റിമെന്റിനെ ഒരൽപ്പം പോസിറ്റീവാക്കി മാറ്റിയിട്ടുണ്ട്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 24,734 മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം സെല്ലിംഗ് പ്രഷർ വരികയും 24,462 വരെ ഇടിയുകയും ചെയ്തു. പിന്നീട് ബോട്ടം ലെവലിൽ നിന്നും ഒരു ബൈയിങ് വന്ന് 24,610 അതായത് 24,637 മാർക്കറ്റ് ഇന്ന് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ലോവർ സൈഡിൽ ഒരു ഷാഡോയോട് കൂടിയുള്ള ബിയറിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതേസമയം 24,440 മാർക്കറ്റിന് വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള സൂചനയോടുകൂടി ബോട്ടം ലെവലിൽ നിന്നും ഇന്ന് ബൈയിങ് ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിലും അതിൻ്റെ നേച്ചറിൽ സ്ലൈറ്റ് ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ബുള്ളിഷ് നേച്ചറാണുള്ളത്. ഇനി വരും സമയത്തിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മനസ്സിലാക്കാം. 24,750 മാർക്കറ്റിന്റെ പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. 24,750, 24,800 എന്ന സോൺ മറികടന്നാൽ 25,000 എന്ന ലെവലിലേക്കുള്ള അപ്സൈഡ് മൊമെന്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതേസമയം 24,500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 24,500-നേക്കാളും സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുക 24,440 എന്ന സപ്പോർട്ടായിരിക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 24,700 എന്ന 10-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും മാർക്കറ്റിന് നഷ്ടമായിട്ടുണ്ട്. ഇനി 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന്റെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്. ഇതുകൂടാതെ 20-ഡേ, 50-ഡേ, 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു അപ്ഡേറ്റ് ഇൻഡെക്സ് റീജിഗുമായി ബന്ധപ്പെട്ടതാണ്. ജൂൺ 23 മുതൽ BSE സെൻസെക്സ് റീജിഗ് വരികയാണ്. ഈ റീജിഗിൽ ഭാരത് ഇലക്ട്രോണിക്സ്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ, ഇൻഡസൻഡ് ബാങ്ക്, നെസ്ലെ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളെ റീപ്ലേസ് ചെയ്യുന്നു. BSE 100 എന്ന ഇൻഡെക്സ് റീജിഗിന്റെ പശ്ചാത്തലത്തിൽ ഡിക്സൺ ടെക്നോളജി, കോഫോർജ് ലിമിറ്റഡ്, ഇൻഡസൻഡ് ടവർ തുടങ്ങിയ സ്റ്റോക്കുകൾ, ഭാരത് ഫോർജ് ലിമിറ്റഡ്, ഡാബർ ഇന്ത്യ, സീമെൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്.
ഇനി BSE 50 എന്ന ഇൻഡെക്സിൽ ഇന്റർഗ്ലോബ് ഏവിയേഷനും ശ്രീരാം ഫിനാൻസും ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിനെയും ഹീറോ മോട്ടോർ കോർപ്പിനെയും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻഡെക്സ് റീജിയന്റെ ഭാഗമായി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഡിക്സൺ ടെക്നോളജി, കോഫോർജ്, ഹീറോ മോട്ടോർ കോർപ്പ്, ഇൻഡസ് ടവർ തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ശ്രീരാം ഫിനാൻസ്, ഭാരത് ഫോർജ്, ഡാബർ ഇന്ത്യ, സീമെൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ നിന്നും അല്ലെങ്കിൽ ഇൻഡെക്സ് റീജിയന്റെ ഭാഗമായി ഇൻഡെക്സിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. പാസീവ് ഫണ്ടുകളുടെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകളെയും വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാം. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുമായ മറ്റൊരു സ്റ്റോക്കിൽ വന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കൂടി കടക്കാം. സ്റ്റോക്കിന്റെ പേര് ബാലു ഫോർജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 637 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34.66. ബാലു ഫോർജ് എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും 30% അപ്സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ന്യൂവാമ 790 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ബാലു ഫോർജ് എന്ന സ്റ്റോക്കിൽ പ്രമുഖ എയ്സ് ഇൻവെസ്റ്ററായ ആശിഷ് കച്ചോലിയയ്ക്ക് ഏകദേശം 1%-ലേറെ സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. ഓൾ ടൈം ഹൈയിൽ നിന്ന് 30 മുതൽ 35%-ഓളം കറക്റ്റായ സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്കിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവും ന്യൂവാമ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. 850 രൂപയുടെ ടാർഗറ്റാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബാലു ഫോർജ് എന്ന സ്റ്റോക്കിന് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ഇനി സ്റ്റോക്കിനെ വാങ്ങാൻ നിർദ്ദേശിക്കുന്നതിന് പിന്നിലെ ചില റാഷണൽസ് കൂടി മനസ്സിലാക്കാം. ബാലു ഫോർജ് എന്ന കമ്പനി പ്രധാനമായും അഗ്രികൾച്ചർ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ക്രാങ്ക് ഷാഫ്റ്റ് നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പനി അഗ്രികൾച്ചർ ഏരിയയിലുള്ള ഡിപ്പെൻഡൻസ് കുറച്ചിട്ട് ഡിഫൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇൻഡസ്ട്രിയൽ തുടങ്ങിയ സെക്ടറിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ഹെവി മെഷീനറീസിന്റെ ഉൽപ്പാദനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഭാരത് ഫോർജ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫോർജിംഗ് സെക്ടറിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഫോർജിംഗ് കമ്പനിയായും ബാലു ഫോർജ് എന്ന കമ്പനി മാറിക്കഴിഞ്ഞു. റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് വഴി സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിന്റെ പെർഫോമൻസ് ഒരൽപ്പം മോശമായെങ്കിലും ഈ കണ്ടീഷൻസ് ഒക്കെ റീസ്റ്റോർ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ എബിറ്റ 34% CAGR കൂടിയുള്ള വളർച്ച 2025-28 ഫിനാൻഷ്യൽ ഇയറിൽ കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അനലിസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 106% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഓൾ ടൈം ഹൈയിൽ നിന്നും 35%-ഓളം കറക്റ്റ് ആവുകയും ബോട്ടം ലെവലിൽ നിന്നും ബൈയിങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. 500 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് സ്ട്രോങ് സപ്പോർട്ട് നേടിയതിനു ശേഷം 650-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ്. സ്റ്റോക്ക് ഏകദേശം നെക്ലൈൻ റെസിസ്റ്റൻസിലാണ്. ഇവിടെ നിന്നും ബൈയിങ് മൊമെന്റം തുടരുകയും ബ്രേക്ക്ഔട്ട് തുടരുകയും ചെയ്താൽ സ്റ്റോക്ക് 700, 800 ഇവൻ ഓൾ ടൈം ഹൈയിലേക്കും ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാലു ഫോർജ് എന്ന സ്റ്റോക്കിനെയും വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്